ഇനി എ ഐയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഇനി എന്തിനും എ ഐ ഉണ്ട്. തൊഴിൽ സാധ്യതകൾ ഒക്കെ തൊഴിൽ രഹിതരുടെ തൊഴിൽ സാധ്യതകളൊക്കെ ഇല്ലാതാവുകയാണ്. നമുക്കിപ്പോൾ ആരെയും ഇപ്പോൾ വാർത്ത വായിക്കണമെങ്കിൽ പോലും എ ഐ സംവിധാനങ്ങളുണ്ട്. എങ്ങനെ കാണാം അതിനെ? എ ഐ എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിൽ മറുഭാഗത്ത് അതുകൊണ്ടുള്ള നഷ്ടങ്ങളുണ്ട്. ഇപ്പം ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഈ തൊഴിൽ മേഖലയെ അതെങ്ങനെ ബാധിക്കുന്നതെന്ന് വേണമെങ്കിൽ ചർച്ച ചെയ്തിട്ട് പോകാം. ഇപ്പോൾ തന്നെ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ലിങ്ക്ഡിനിലൊക്കെ ജോബ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മൾ സ്ഥിരം കാണുന്ന ചില പ്രൊഫൈൽസ് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് നന്നായിട്ട്, അതായത് ഒരു വലിയ രീതിയിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കോണ്ടന്റ് റൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ അത് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോൾ? കാരണം ആ ഒരു മേഖലയാണത് ഏറ്റവും ആദ്യം എന്താ പറയുക അറ്റാക്ക് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പണ്ടൊക്കെ നമുക്ക് ഈ ഒരു കോണ്ടന്റ് റൈറ്റിംഗ് പ്രൊഫഷന് ഭയങ്കര സാധ്യതയുള്ളൊരു മേഖലയായിരുന്നു. ഒരു എനിക്കൊന്നൊരു 2015-16 ഭയങ്കര ഒരു എന്താ പറയുക ആവശ്യമുള്ള ഏതൊരു സ്ഥാപനത്തിനും അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു മേഖലയായിരുന്നു കോണ്ടന്റ്. അപ്പോൾ ആ കോണ്ടന്റ് ക്രിയേഷൻ പൂർണ്ണമായിട്ടും എ ഐ ടേക്ക് ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ലൊരു പ്രോംപ്റ്റ് കൊടുത്താൽ മതി, എ ഐ എഴുതി വൃത്തിയാക്കി അങ്ങ് തരും. അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരുപാട് ഞാൻ പൂർണ്ണമായിട്ടും ആ ഒരു മേഖല ഇല്ലാതായി എന്ന് പറയില്ല, പക്ഷേ അതൊന്ന് സ്ലിം ആയിട്ടുണ്ട്. പണ്ടത്തെ പോലെ അത്ര കോണ്ടന്റ് റൈറ്റേഴ്സിന് ഇപ്പോൾ ആവശ്യമില്ല. ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് ഞാൻ ഈ ബാങ്ക് ബസാറിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു വലിയ ടീം ഉണ്ടായിരുന്നു, ഒരു 40ഓളം കോണ്ടന്റ് റൈറ്റേഴ്സ്. അത്രയൊന്നും ആവശ്യമില്ല ഇപ്പോൾ. ഈ 40 ആളുകൾ ചെയ്യുന്ന ജോലി ഇന്നൊരു 1 മണിക്കൂർ കൊണ്ട് കൃത്യമായിട്ടുള്ള പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എ ഐക്ക് അത് ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള കോണ്ടന്റ് ആണെങ്കിലും, ഇപ്പോൾ SEO ആണെങ്കിൽ അങ്ങനത്തെ, അല്ല നിങ്ങൾക്കൊരു എന്താ പറയുക കുറച്ചുകൂടെ സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റിലുള്ള കോണ്ടന്റ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പാകത്തിലുള്ള ഒരു സംവിധാനമായി കഴിഞ്ഞിട്ടുണ്ട് ChatGPT അല്ലെങ്കിൽ മറ്റ് പല ടൂൾസും ഉണ്ട് ഇപ്പോൾ. അതെ. അപ്പം അത് ഇനി അടുത്തത് അവർ എന്താ പറയുക ഈ കോഡിങ്ങിനൊക്കെ ഒക്കെ ഇപ്പം ഭയങ്കരമായിട്ട് എന്താ പറയുക AI യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരുവിധപ്പെട്ട കോണ്ടന്റ് ക്രിയേഷൻ, ഈ പറഞ്ഞ പോലെ പ്രോഗ്രാമിങ്, അക്കൗണ്ടിങ് ഒക്കെ പോട്ടെ, ഞാനീ പറഞ്ഞ നമുക്ക് ഇപ്പോൾ ഒരു നമ്മുടെ പ്രൊഫൈൽ റെസ്യൂമെ ബിൽഡർ എന്ന് പറഞ്ഞിട്ട് AI ടൂൾസ് അവൈലബിൾ ആണ്. നിങ്ങളുടെ റെസ്യൂമെ തന്നെ AI ഉണ്ടാക്കിക്കോളും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേറെ AI പവേർഡ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അത് റിസീവ് ചെയ്യുന്ന റിക്രൂട്ടർക്ക് ഒരു പക്ഷേ അവർക്കൊരു AI ആണ് ഈ സാധനം മൊത്തം നോക്കുന്നത്. അപ്പം മൊത്തം ഒരു എന്താ പറയുക ഓട്ടോമേറ്റഡ് സംവിധാനത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വരും കാലത്തിൽ ഈ AI ടൂളുകളെ നന്നായി ഉപയോഗിക്കാൻ അറിയുന്ന ആളുകൾക്ക് എന്താ പറയുക മാത്രമേ ജോലി ഉണ്ടാവൂ എന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. ഒരു പഠനം ഞാൻ കണ്ടതാണ്, ഒരു 5 വർഷം കൊണ്ട് ഒരു എൻട്രി ലെവൽ ജോബ്സ് ഒക്കെ തന്നെ ഏറെക്കുറെ ഇല്ലാതാവും. കാരണം അതൊക്കെ AI ടേക്ക് ഓവർ ചെയ്യും. ഈ AI ഓപ്പറേറ്റ് ചെയ്യാൻ അറിയുന്ന ഒരാൾ, AIക്ക് കൃത്യമായ പ്രോംപ്റ്റ് കൊടുക്കാൻ അറിയുന്ന ഒരാൾ, AI ടെക്നോളജി നന്നായി യൂസ് ചെയ്യാൻ അറിയുന്ന ആളുകൾ മാത്രമേ ഇനിയിപ്പോൾ എൻട്രി ലെവൽ ജോലികൾക്കൊരു പക്ഷേ കാണത്തുള്ളൂ. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കുട്ടികളടക്കം ഈ ചാറ്റിങ്ങിനും AI ചതിക്കുഴിയിൽ വീഴുന്നുണ്ട്. അതെ അതെ അതെ. അത് ഏത് തരത്തിലായിരിക്കും? സോ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഞാൻ കണ്ടൊരു കാര്യമാണ്, നമുക്ക് ഈ ചില AI പ്ലാറ്റ്ഫോംസൊക്കെ AI ഗേൾ ഫ്രണ്ട്, AI ബോയ് ഫ്രണ്ട് അതൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പം അതായത് ഹ്യൂമനൈസ്ഡ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് കുറഞ്ഞു വരിക. എല്ലാത്തിനും നിങ്ങൾ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ഒരു മെക്കാനിസം അതുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. അതെ. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം എങ്ങോട്ട് പോകുന്നതെന്ന് നമ്മൾ ആദ്യം ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു പോയിന്റിന് ശേഷം ഇത് അത്രയും വളർന്ന് പന്തലിച്ച് നമ്മളൊക്കെ ഇതിന് അഡിക്ട്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹ്യൂമൻ ടു ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് വളരെയധികം കുറയും. പല ആളുകളും ഇതിൽ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കേട്ടോ, കാരണം അവൻ പല കാര്യങ്ങളും ഈ ChatGPT ചോദിക്കുന്നത് നേരിട്ട്, അങ്ങനെ എന്താ പറയുക അധികം തലച്ചോറൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ ChatGPT ചോദിക്കുക. ഇപ്പം ജീവിതത്തിൽ അതായത് ലൈഫുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ChatGPT തന്നെ ചോദിച്ചിട്ട് ഉത്തരം കണ്ടെത്തുന്ന ഒരു പ്രവണതയൊക്കെ പല യുവാക്കളിലും ഇപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ബേസിക്കലി AI ഡിപ്പെൻഡൻസി കൂടി വരികയാണ്. അതിനൊരു കാരണം എന്ന് വെച്ചാൽ AIയുടെ ഉത്തരം വളരെ നിയർ അക്യുറേറ്റ് ആയിരിക്കും. അതെന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് കമ്പ്യൂട്ടേഷൻ്റെ ഒരു മെത്തേഡാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലൂടെ അത് തരുന്ന ആൻസേഴ്സൊക്കെ പലപ്പോഴും കൺവിൻസിങ് ആയി തോന്നും. ഞാൻ കഴിഞ്ഞ സമയം ഇന്നിപ്പോൾ രാഹുൽ ഈശ്വർ ചർച്ചാ വിഷയമായതുകൊണ്ട് അദ്ദേഹവും ആരിഫ് ഹുസൈനും തമ്മിലൊരു ഡിബേറ്റ് ഞാൻ കണ്ടിരുന്നു ഇവർ തമ്മിൽ. അതിലൊരാൾ ഈ വയലൻസ് പ്രൊപ്പൻസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമാണ് ഏറ്റവും കൂടുതൽ വയലൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നൊരു മതം എന്ന കാര്യം ആരിഫ് പറയുമ്പോൾ അതിനെ രാഹുൽ എതിർക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതും ബേസിക്കലി ChatGPT യൂസ് ചെയ്തിട്ട് എടുത്ത ഇൻപുട്ടാണ്. അപ്പോൾ അതിൽ ആരിഫ് പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പ്രൊപ്പൻസിറ്റി ഫിഗറിലേക്ക് ഈ ഒരു ഇൻഡെക്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റിയെന്ന്.
അദ്ദേഹം കൊടുക്കുന്ന ഇൻപുട്സ് എന്തൊക്കെയാണെന്നും ആ ഇൻപുട്സ് കൊടുത്ത ഓരോ ഘട്ടത്തിലും കിട്ടുന്ന റെസ്പോൺസ് എന്താണെന്നും അതിലൂടെ ഡ്രൈവ് ചെയ്തെടുത്താണ്. എനിക്ക് ഈ പറഞ്ഞ ജിഹാദികളോടൊരു താല്പര്യമില്ലാത്ത ആളാണ്. ഈ പറഞ്ഞ എക്സ്ട്രീമിസം ഏത് രീതിയിലും തൊലയണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഇത് ജനറേറ്റ് ചെയ്ത മെത്തഡോളജിയുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഞാൻ കൊടുക്കുന്ന പ്രോംപ്റ്റ് അത് ഞാൻ യൂസ് ചെയ്യുന്ന AI പ്ലാറ്റ്ഫോമിന് അറിയാം എൻ്റെ ആശയങ്ങൾ എന്താണ്, എൻ്റെ രാഷ്ട്രീയം എന്താണ്, ഞാൻ ഏതൊക്കെ കാര്യങ്ങളാണ് ഇടപെടുന്നത്. അപ്പോൾ എനിക്ക് കൺവിൻസിങ് ആയിട്ടുള്ള മറുപടി മാത്രമേ കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. ഇപ്പം ആരിഫ് ഹുസൈൻ അതിൽ വയലൻസ് പ്രൊപ്പൻസിറ്റി ഫിഗർ ഡിറൈവ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രോംസിലൂടെയാണ്. അപ്പം റിലീജിയനെ പലപ്പോഴും നമുക്ക് ഈ ഒരു ഇൻഡെക്സിലേക്ക് അല്ലെ ഒരു വയലൻസിൻ്റെ ഇൻഡെക്സിലേക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൽ പല ഫാക്ടേഴ്സും കൺസിഡർ ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു നോർമൽ രീതിയിൽ നമുക്ക് അങ്ങനെ ഒരു വയലൻസ് പ്രൊപ്പൻസിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞതിനൊരു സ്കോർ അസൈൻ ചെയ്യാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇദ്ദേഹം ഒരു റിസർച്ച് നടത്തി അതിൽ കുറേ പ്രോംപ്റ്റ്സ് ഒക്കെ കൊടുത്തു, എന്നിട്ടാണ് അതിലേക്ക് എത്തിയത്, കൺക്ലൂഷനിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അത് വളരെ കറക്റ്റാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, മറുഭാഗത്ത് ഇപ്പം ഈ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്ന ഒരാൾ ഒരു പ്രോ മുസ്ലിം ഐഡൻറ്റിറ്റി ഉള്ള വ്യക്തിയാണ്, അദ്ദേഹം ഈ പറയുന്ന പോലെ പ്രോ ഇസ്ലാമിക് അതിലൊക്കെ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഈ പറയുന്ന ഒരു സ്കോറിലേക്ക് അദ്ദേഹത്തിന് ഡിറൈവ് ചെയ്യാൻ പറ്റില്ല ഇത്. കാരണം ChatGPT മനസ്സിലാക്കുന്നുണ്ട് ഇയാളുടെ ആശയങ്ങൾ എന്താണ്, ഇയാൾക്ക് ഏത് മതത്തോടാണ് താല്പര്യമുള്ളത്, ഏതൊക്കെയാണ് ഇദ്ദേഹം ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്കോറിലേക്ക് ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേ പ്രോംപ്റ്റ് ഉപയോഗിച്ചിട്ട് മറ്റൊരാൾ ഈ സാധനം ഡ്രൈവ് ചെയ്തെടുക്കാൻ നോക്കിയാൽ അത് സംഭവിക്കില്ല. അത് ആ രീതിയിൽ തന്നെ കിട്ടണമെന്നില്ല. കാരണം അയാളുടെ പേഴ്സണാലിറ്റിയും കൂടെ മനസ്സിലാക്കിയിട്ടാണ് ഈ റെസ്പോൺസ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വളരെയധികം മാനിപ്പുലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ അവിടെ എത്രത്തോളം നമ്മൾ നമ്മളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുന്നു എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയ കാര്യം. നമുക്ക് ഈ മീഡിയയ്ക്ക് ഒരുപാട് സഹായകരമാകുമെന്നാണ് കേട്ടത് AI സംവിധാനങ്ങളെ ഇനി അങ്ങോട്ട്. കാരണം ഈ ടാലൻ്റ് ആയിട്ടുള്ള ജേർണലിസ്റ്റുകളെ ഉൾപ്പെടെ AI സൃഷ്ടിച്ചെടുക്കാൻ കഴിയും, പ്രോഗ്രാം ചെയ്ത്. അതേത് തരത്തിലായിരിക്കും? ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടല്ലോ, ന്യൂസ് റീഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, AI ജനറേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് റീഡേഴ്സ് ഉണ്ട്. AI പ്ലാറ്റ്ഫോമിന് ഒരുവിധപ്പെട്ട എല്ലാ മേഖലയിലേക്കും കടന്നു കയറാനുള്ള സ്കോപ്പ് ഉണ്ട്. അത് ഗ്രാജുവലി കടന്നു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണെങ്കിലും AIക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പലപ്പോഴും അതിലെ സോഴ്സാണ് ഒരു പ്രശ്നം. AI നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ചിലപ്പം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള മറുപടി എന്ന് തോന്നുന്ന രീതിയിലൊക്കെ മറുപടി നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ സോഴ്സ് അന്വേഷിച്ച് പോയാലാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാവുക ഇത് തെറ്റായ ഇൻഫർമേഷൻ ആണെന്നുള്ളത്. അപ്പോൾ അതിലൊരു വാലിഡേഷൻ ചെക്ക് എന്തായാലും ഇപ്പോഴും ആവശ്യമുണ്ട്. ആ ഒരു ബേസിക് സ്റ്റേജിലാണ് AI ഇപ്പോൾ ഉള്ളത്. കാരണം നമുക്ക് വളരെ അഡ്വാൻസ്ഡ് ആയി തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് അത്ര അഡ്വാൻസ്ഡ് അല്ല. കാരണം പല ഇൻഫർമേഷനും തെറ്റായിട്ട് പോലും അതിന് എന്താ പറയുക ഒരു ശരിയായ മറുപടി എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും AIക്ക്. അപ്പോൾ അതിനെ മറികടന്ന് ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് എപ്പോഴും പ്രവർത്തിക്കണം. അപ്പോൾ ന്യൂസ് മീഡിയയിലേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ആ ന്യൂസിൻ്റെ വാലിഡിറ്റി അല്ല അതിനെ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം അവിടെ എന്തായാലും വേണ്ടി വരും. ന്യൂസ് റീഡിംഗ് എന്ന മേഖലയിലേക്ക് AIക്ക് ഇപ്പം കടന്നു വരാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പക്ഷേ ആ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് വായിപ്പിക്കുന്ന ഒരു ടെൻഡൻസിയാണ്. അല്ലാതെ സ്വന്തമായിട്ട് എന്താ പറയുക റിസർച്ച് ചെയ്ത് കണ്ടെത്തി ന്യൂസ് വായിക്കുക അത്രത്തോളം ആയിട്ടില്ല. ഇപ്പം എന്തായാലും അതൊരു ഞങ്ങൾ AI മോഡലുണ്ട്, ഞങ്ങളുടെ കയ്യിലൊരു AI ന്യൂസ് റീഡർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പരക്കം പാച്ചിലുണ്ടല്ലോ. അതിൽ ചില ന്യൂസ് ഏജൻസികൾക്ക് മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കാണിച്ചൊരു അറ്റംപ്റ്റ് മാത്രമാണത്. അത് ന്യൂസ് റീഡർ എന്നല്ല, അതിന് മുമ്പേ അവൈലബിൾ ആയിരുന്നു ആക്ച്വലി. ഞാൻ തന്നെ ഒരു AI ജനറേറ്റഡ് മോഡലിനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പണ്ട്. CPIM-ന് 100 ചോദ്യങ്ങൾ ചോദിക്കാണ്ട് പ്രധാനമന്ത്രിയോട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു AI മോഡൽ വെച്ചിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ബിഗിനിങ്, അതായത് ഈ AI-ൻ്റെ ഒക്കെ ഒരു തുടക്കഘട്ടത്തിലാണ്. അപ്പോൾ അന്ന് മുതൽക്ക് ഈ സാധനം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇപ്പോൾ എന്താ പറയുക ന്യൂസ് മീഡിയ ഒക്കെ എടുത്തിട്ട് അങ്ങനെ കാണിക്കുന്നുണ്ട്, ന്യൂസ് റീഡേഴ്സ് ഉണ്ട് നമ്മൾ. പക്ഷേ നെക്സ്റ്റ് സ്റ്റേജിൽ പക്ഷേ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആയി മാറും. അപ്പോൾ അതിൽ ന്യൂസ് റീഡർ അടക്കം ഓട്ടോമേറ്റഡ് ആവുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഒരു പക്ഷേ മാറിയേക്കാം വരും കാലങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.